നമ്മുടെ ക്യാമറ ഓർഡർ ചെയ്തിട്ട് ക്യാമറ ആമസോൺകാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആമസോണിൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട്. ആ ചേട്ടൻ ഇങ്ങനെ നമ്മുടെ പാഴ്സൽ എടുക്കാൻ പോവാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. മുമ്പ് നമ്മൾ സോണിയുടെ ഒരു വ്ലോഗിംഗ് ക്യാമറ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിലത്തെ ലിങ്ക് പ്രസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പാനസോണിക്കിൻ്റെ G80 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ക്യാമറയാണ്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ബഡ്ജറ്റ് ഒന്നുമില്ലാതെ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ വ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം എക്സ്പെൻസ് ആവാത്ത രീതിയിൽ ഒരു ബഡ്ജറ്റ് ക്യാമറയാണ്, അതായത് നമ്മുടെ ഇൻബോഡി സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ള ഒരു ക്യാമറയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബഡ്ജറ്റ് ക്യാമറ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് എടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ആമസോണിൽ നിന്ന് വന്നിരിക്കുന്ന പാക്കേജ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ പാക്കേജിനുള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഓക്കെ, അത് നമ്മുടെ നൈഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യാം രണ്ട് സൈഡിൽ. ആമസോണിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത്. പിന്നെ ആമസോണിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫീസ് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ഫീ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആമസോണിൻ്റെ പ്രൈം അക്കൗണ്ട് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡെലിവറി ഫീ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ആമസോൺ പ്രൈമും നമുക്ക് യൂസ് ചെയ്യാം. സിനിമകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാമറ ആദ്യമേ പുറത്തേക്ക് എടുക്കാം. ഇതാണ് ക്യാമറയുടെ ബോക്സ്. അതുപോലെ ഇതാണ് 25mm ബോക്സ്. വേറെ ഒന്നുമില്ല ഈ ബോക്സിനുള്ളിൽ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണുള്ളത്. ഇതിനകത്ത് നമ്മുടെ ക്യാമറയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് DMC G80M എന്നാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സെയിം ഒരു വേർഷനുണ്ട്, G85 ഉണ്ട്, സെയിം വേർഷനാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ സെൻസറിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് മൈക്രോ 4/3 ആണ്. അതുപോലെ തന്നെ ഇതിൽ 4K ഷൂട്ടിങ് പറ്റും. അതുപോലെ തന്നെ 4K ഫോട്ടോസും ഉണ്ട്. പിന്നെ പോസ്റ്റ് ഫോക്കസും ഉണ്ട്. അതായത് ഓരോന്നും ഫോക്കസ് ചെയ്തിട്ട് പിന്നെ പിന്നീട് നമുക്ക് ഇതിൻ്റെ ഫോക്കസ് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം ഇതിലൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. അതായത് പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് നമ്മുടെ CV ഉള്ളതുപോലെ തന്നെ, സോണിയുടെ CV ഉള്ളതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു സംഭവം നമുക്കൊന്ന് ഫ്രണ്ടിലുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ഫോക്കസ് ആയി നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ബ്ലാക്ക് കളറാണ്. ഓക്കെ, ലുമിക്സ് G സീരീസ് ആണ് ഇതിൻ്റെ സീരീസ് എന്ന് പറയുന്നത്. എല്ലാ സൈഡിലും ഇതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഇതിൻ്റെ സീരിയൽ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ഉണ്ട്, ക്യാമറ ബോഡി ഉണ്ട്. അതുപോലെ തന്നെ അതായത് DMC G80M എന്ന് പറയുന്ന ക്യാമറ ബോഡി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലുമിക്സ് G വേരിയോ 12 to 60mm ലെൻസും ഉണ്ട്. അതിൻ്റെ അപ്പർച്ചർ 3.5 to 5.6 ആണ്. പവർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ലെൻസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്യാമറയുടെ ബോക്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. അതുപോലെ ഇതിൻ്റെ കൂടെ ഞാനൊരു 25mm ലെൻസോട് വാങ്ങിയിട്ടുണ്ട്. സാധാരണയായിട്ട് മറ്റുള്ള ക്യാമറകളിലൊക്കെ നമ്മളൊരു ലെൻസും ഒരു ക്യാമറയോടെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് ഒരുപാടാവും. ഞാൻ ഇതിന് മുന്നേ ലുമിക്സിൻ്റെ തന്നെ S5ൻ്റെ ഒരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ലെൻസൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ഒരുപാടാവും. അപ്പം ഈ ഒരു ക്യാമറയുടെ കൂടെ, അതായത് മൈക്രോ 4/3 ക്യാമറകളുടെ കൂടെ നമ്മൾ വാങ്ങിക്കുന്ന ലെൻസിന് റേറ്റ് കുറവായിരിക്കും. എന്താ വെച്ചാൽ താരതമ്യേന അതിന്റെ സൈസും വളരെ ചെറുതാണ്. അതായത് വെയിറ്റ് മറ്റുള്ള ക്യാമറകളെക്കാട്ടിലും, അതായത് ഫുൾ ഫ്രെയിം ക്യാമറയെക്കാട്ടിലും അതുപോലെ APS സെൻസർ ഉള്ള ക്യാമറകളെക്കാളും നമുക്ക് ഇതിന് കുറച്ചുകൂടെ വെയിറ്റ് കുറവായിരിക്കും. എന്താ വെച്ചാൽ ബോഡിയുടെ കൂടെ ലെൻസോടെ കയറുമ്പോൾ മറ്റുള്ള ക്യാമറകൾക്ക് വെയിറ്റ് കൂടും. പക്ഷേ ഇതിന്റെ ലെൻസുകൾക്കൊക്കെ വളരെ വെയിറ്റ് കുറവാണ്, അതായത് ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു ലെൻസിനും വളരെ വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ 25mm ലെൻസാണ് നമ്മൾ ഇതിന്റെ കൂടെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 25mm 1.7 അപ്പർച്ചറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 1.7 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലഡായിട്ട് കിട്ടും, നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജസ് കിട്ടും, ഫോക്കസൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടും എന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതും ഒന്ന് അൺബോക്സ് ചെയ്യാം, ഇതും ഒന്ന് അൺബോക്സ് ചെയ്യാം. അതുപോലെ ലെൻസ് ഇങ്ങോട്ട് സൈഡിലോട്ട് ഇരിക്കട്ടെ. ഫസ്റ്റ് നമ്മുടെ ക്യാമറ അൺബോക്സ് ചെയ്യാം. ക്യാമറയിൽ ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട്, പൊട്ടിച്ചിട്ടൊന്നുമില്ല. ആ സീല് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിനെക്കാട്ടില്ല എനിക്ക് ഇങ്ങനെ തന്നെ ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നല്ല കാര്യം. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡോക്യുമെൻറ്റേഷനിൽ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനും പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവലൊക്കെ നിങ്ങൾക്ക് ടൈം പോലെ വായിച്ച് നോക്കാം.
അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എന്താണ് ഒരു പേപ്പർ വയ്ക്കുന്നത് എന്താണെന്ന് നോക്കാം. പിന്നെ പാനസോണിക്കിൻ്റെ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ ടൈപ്പ് ലെൻസുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫോട്ടോയുടെ സാമ്പിൾസ് സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ലെൻസ് വാങ്ങുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിന്, നമ്മുടെ ടേസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റിനനുസരിച്ചുള്ള ലെൻസുകൾ നമുക്ക് വാങ്ങാൻ പറ്റും. ഇഷ്ടംപോലെ ലെൻസ് ഓപ്ഷനുകളാണ് ഈ മൈക്രോ ഫോർ തേർഡ് ക്യാമറകൾക്കുള്ളത്. അതിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റിയും ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമുക്ക് ബോക്സിലേക്ക് തന്നെ പോകാം. ബോക്സിലേക്ക് എന്താണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച്മെൻറ്റ്സിൽ നല്ല അറേഞ്ച്മെൻറ്റ്സിൽ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ എൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന ഒരു ലെൻസ് ഹുഡാണ്. ഓക്കെ, ചെറിയൊരു ലെൻസ് ഹുഡ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ചെറിയ, അതായത് നമുക്ക് വെയിറ്റ് കുറവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഹുഡിൻ്റെ സൈസൊക്കെ വളരെ ചെറുതാണ്. അതുപോലെ അടുത്തായിട്ട് നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 to 60 mm ആണ്. ഓക്കെ, ലെൻസ് നല്ല ചെറിയ ലെൻസാണ്, കണ്ടില്ലേ, ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ഈ ലെൻസിൻ്റെ ഫുഡാണ് നമ്മൾ മുന്നേ എടുത്തത്. അതിനുശേഷം നമുക്ക് ബോക്സിലേക്ക് പോകാം. ബോക്സിന് ഉള്ളിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടാഗ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ അതിലൊരു മൈക്രോ USB കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. S5 വാങ്ങിയപ്പോൾ അതിൽ C കേബിളാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇതിൽ മൈക്രോ USB ആണുള്ളത്. നെക്സ്റ്റ് ഇതിലൊരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ചെറിയ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ S5 ബാറ്ററിയെക്കാട്ടിലും കുറച്ച് ചെറുതാണ്. അടുത്തായിട്ട് ഈ ബോക്സിൽ ബാക്കിയുള്ളത് നമ്മുടെ ക്യാമറയാണ്. അപ്പോൾ ക്യാമറ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ക്യാമറ വെയിറ്റ് കുറവാണ്. നമ്മുടെ S5 ഒക്കെ എടുത്തപ്പോൾ നല്ല വെയിറ്റ് പോലെ തോന്നിയത്, പക്ഷേ ഇതിന് വെയിറ്റ് നല്ല കുറവാണ്. ഓക്കെ, വേറെ ബോക്സിനകത്തൊന്നുമില്ല, ഇതിൻ്റെ ഒരു ബേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലുമിക്സ് G80 എന്ന് പറയുന്നത്. വളരെ ചെറുതാണ്, നമ്മുടെ കൈക്കുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ക്യാമറയാണ്. അതുപോലെ തന്നെ വെയിറ്റ് വളരെ കുറവാണ്, നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമാണ്. മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 6100 പോലെ, അതായത് സോണിയുടെ ആൽഫ 6100 പോലെ തന്നെ വെയിറ്റ് കുറവാണ്. പക്ഷേ അതിലും വെയിറ്റ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻബോഡി സ്റ്റെബിലൈസേഷനുള്ള ഈ ബഡ്ജറ്റിലുള്ള ഇത്രയും ചെറിയൊരു ക്യാമറ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും ബഡ്ജറ്റിലുള്ള ഈ ഒരു ഇൻബോഡി സ്റ്റെബിലൈസേഷനുള്ള ഇത്ര ഓപ്ഷൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ക്യാമറ തന്നെയാണിത്. അത് നമുക്ക് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഒരു പ്രൊഫഷണൽ ക്യാമറയുടെ അതേ ലുക്കിൽ തന്നെയാണ് എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മോഡ് സെലക്ട് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പർച്ചറെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ബട്ടൺസ് ഉണ്ട്. എല്ലാം നമുക്ക് യൂസ് ചെയ്യുമ്പം അറിയാം. അതായത് നമുക്കൊന്ന് ഒരു യൂസ് ചെയ്യുന്ന ഒരു റിവ്യൂ കൂടെ നമുക്ക് ഈ വീഡിയോയുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെതർ പ്രൂഫ് ആണ്. അതുപോലെ തന്നെ ഇത് സ്പ്ലാഷ് പ്രൂഫാണ്. അതായത് നമുക്ക് ചെറിയ മഴയത്തും അല്ലെങ്കിൽ മഞ്ഞൊക്കെയുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലോ ഇതിന് കൂടുതലായിട്ട് കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. ഇത് പറഞ്ഞിരിക്കുന്ന വാറണ്ടി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഫ്രണ്ട് ഫേസിങ് ആയിട്ടുള്ള സ്ക്രീൻ ഉണ്ട് ഇതിൽ, അതായത് റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതുകൊണ്ട് വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും പറ്റിയൊരു ക്യാമറ തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈക്കിൻ്റെ പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ റിമോട്ട് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്. അതിനുശേഷം ഇവിടെ ഒരു HDMI പോർട്ട് ഉണ്ട്, അതായത് മിനി HDMI ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാർജർ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. പിന്നെ ഫംഗ്ഷൻ കീസ് ഉണ്ട്. ഇതിൻ്റെ വ്യൂ ഫൈൻഡർ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ആണ്. ഇപ്പോൾ ഉള്ള മിറർലെസ് ക്യാമറകളുടെ എല്ലാം വ്യൂ ഫൈൻഡർ ഇലക്ട്രോണിക് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഫ്ലാഷ് ഉണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ മിക്ക ക്യാമറകളിൽ ഇതുപോലെ ഫ്ലാഷ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എക്സ്റ്റേണൽ ഫ്ലാഷ് നമുക്ക് വെക്കേണ്ടി വരും. ഓക്കെ, സാധനം വെയിറ്റ് വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ മെമ്മറി കാർഡ് ഇടുന്നത് ഇവിടെയാണ്. ഒരു മെമ്മറി കാർഡിനുള്ള സ്ലോട്ട് ഉണ്ട്. അത് SD കാർഡാണ് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഫുൾ ടച്ച് സ്ക്രീൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി ഇടുന്നതും ഓപ്പൺ ചെയ്യുന്നതെല്ലാം ഇവിടെയാണ്. ബാറ്ററി നമുക്കൊന്ന് ഇട്ട് നോക്കാം.
അപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലെൻസ് കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഞാനിപ്പോൾ കിറ്റ് ലെൻസ് ആണ് എന്തായാലും ഞാനിതിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു റെഡ് ഡോട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുക. അതിനുശേഷം റൈറ്റിലേക്ക് തിരിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ലെൻസ് വെച്ചിട്ടുണ്ട്. ലെൻസ് വെച്ച് കഴിഞ്ഞാലും ഈ ക്യാമറയ്ക്ക് അധികം വെയിറ്റ് നമുക്ക് തോന്നുന്നില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ക്യാമറ അല്ലേ, വ്ളോഗിങ് ചെയ്യാനായിട്ട് പറ്റിയ ക്യാമറയാണെന്നാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ശരിക്കും കയ്യിലൊരു ക്യാമറ കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറ എന്ന് പറയുന്നത് നൈക്കോൺ D3200 ആണ്. പക്ഷേ അതിലും ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആൽഫ സീരീസിലുള്ള A6100 അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫീല്. അപ്പോൾ നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ അതിന് ബാറ്ററി ചാർജ് ഉണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലിക്ക് തന്നെ പെട്ടെന്ന് തന്നെ ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൽ തന്നെ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ക്ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് സെറ്റ് ചെയ്യുന്നതിനായിട്ട് എൻ്റെ സെൻറ്ററിൽ മെനു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ നല്ല വൈഡ് ആംഗിൾ ആണ് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ. ഫസ്റ്റ് നല്ല വൈഡ് ആംഗിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ റിവ്യൂസൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് നല്ല ഷാർപ്പായിട്ട് തന്നെ തോന്നുന്നുണ്ട്, ഇമേജൊക്കെ നല്ല ഷാർപ്പായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഉപയോഗിക്കാൻ തന്നെ നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ റിവ്യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് പിന്നീട് നമുക്കറിയാം, നെക്സ്റ്റ് വീഡിയോസിൽ, അപ്കമിങ് വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഈ വീഡിയോയുടെ കൂടെ ചെയ്യാം. 25mm ഒരു പാനസോണിക്കിൻ്റെ ലെൻസാണ്. അപ്പോൾ 25mm ലെൻസ് എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് 25mm ഫോക്കൽ ലെങ്ത്, 20 to 25mm ഫോക്കൽ ലെങ്ത് ആണ് ഈ വ്ളോഗിങ്ങിനൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. അതിലും താഴെയുള്ള ഫോക്കൽ ലെങ്തുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതായത് 11ഉം 10ഉം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ 25ൻ്റെ ഒരെണ്ണം, ഇതിൽ അത്യാവശ്യം ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ലെൻസാണ് ഈ 25mm ലെൻസ് എന്ന് പറയുന്നത്. പാനസോണിക്കിൻ്റെ തന്നെയാണ്, മറ്റുള്ള തേർഡ് പാർട്ടി ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ഈ ലെൻസ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഹുഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലെൻസ് ഹുഡ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. മറ്റത് നമുക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള ഒരു ലെൻസ് ഹുഡാണ്. ഉണ്ടോ, രണ്ട് ലെൻസ് ഹുഡ് നമ്മളുടെ ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ, അങ്ങനെ അതിൻ്റെ കൂടെ നമുക്കൊരു ലെൻസ് ഹുഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലെൻസ് നമുക്ക് എടുക്കാം. ഈ ലെൻസ് ഉണ്ടോ, വളരെ ചെറുതാണ്. നമ്മൾ സാധാരണ ക്യാനൺ ഒക്കെ വാങ്ങുമ്പോൾ, ക്യാനൻ്റെ ഒക്കെ ലെൻസ് വാങ്ങുമ്പോൾ വളരെ വലുതാണ്. എന്താ വെച്ചാൽ അതിൻ്റെ സെൻസറും വലുതാണ് താരതമ്യേന. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ലെൻസ് എന്ന് പറയുന്നത് സാധാരണ മൈക്രോ ഫോർ തേർഡിൻ്റെ ലെൻസുകൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇത് ഇത്രയേ ഉള്ളൂ, ചെറിയ ലെൻസാണ്. ഇത് നമ്മൾ ഈ ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കിറ്റ് ലെൻസ് വരുന്നുണ്ട്. കിറ്റ് ലെൻസ് ഇത് ഇത്രയാണ്. അപ്പോൾ അതിനേക്കാട്ടിലും എത്രത്തോളം ചെറുതാണെന്ന് നോക്കുക, ഡിഫറൻസ് ഉണ്ടോ? വളരെ ചെറിയ ലെൻസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് 1.7 ആണ്. അത് ഇതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലെൻസ് ഇട്ടു. ഇതാണ് നമ്മുടെ പുതിയ ക്യാമറ. ഓക്കെ, ലുമിക്സിൻ്റെ G80, അതുപോലെ തന്നെ 25mm 1.7 അപ്പർച്ചർ ലെൻസ്. പാനസോണിക്കിൻ്റെ രണ്ട് പ്രോഡക്റ്റുകളും ബഡ്ജറ്റ് ക്യാമറയും ലെൻസും ആണ്. അതുപോലെ തന്നെ ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഓഫർ പ്രൈസിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് അത് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ UK ലിങ്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ഇന്ത്യയുടെ ലിങ്കും ഒന്ന് UK ലിങ്കും. അപ്പം UK വാങ്ങിക്കുന്നവർക്ക് UK ലിങ്കിലൂടെ പോവാം, ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഇന്ത്യയുടെ ലിങ്കിലൂടെ പോകാം. എന്നാലേ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് അൺബോക്സിങ് റിവ്യൂസൊക്കെ ആയിട്ട് കാണാം.